അയ്യപ്പ കോപം അടിമുടി ബാധിച്ചിരിക്കുകയാണ് പിണറായി സർക്കാരിനെ. ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞ വിധിയിൽ നിന്ന് അത് വ്യക്തമാണ്. അയ്യപ്പ കോപം നിസ്സാരമല്ല. അല്ലയോ പിണറായി സർക്കാരെ, നിങ്ങളുടെ ചീട്ട് കീറും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ ഒരു വിഷയത്തിൽ നിന്ന് ആരൊക്കെ സഹായിച്ചാലും ശരി, ഏത് ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരെ വന്ന് സഹായിച്ചാലും ശരി, ഈ കേസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. കാരണം ഇത് അയ്യപ്പ കോപം കൊണ്ട് സംഭവിച്ചതാണ്, വില കൊടുത്തു വാങ്ങിയ നാശമാണിത് എന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ ആർക്കും അത് വ്യക്തമാകും. അയ്യപ്പ കോപമാണ് ഈ സർക്കാരിനെ അടിമുടി ബാധിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നു, സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവത്തിൽ അപൂർവമായ കുറ്റകൃത്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് അതിരൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കോടതി വിമർശിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ്. അന്വേഷണം എന്തുകൊണ്ട് വേഗത്തിൽ പുരോഗമിക്കുന്നില്ല? ഇതിങ്ങനെ കാലങ്ങളോളം, കൽപ്പാന്തകാലത്തോളം നീട്ടിക്കൊണ്ടു പോകാനാണോ ഈ SIT ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ കോടതി ചോദിച്ചിരിക്കുന്നു, എവിടെ ഈ കേസിലെ മറ്റുന്നതരെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങളുടെ മുന്നിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളായ അന്ന് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, പക്ഷേ അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അവരെ എന്തിനാണ് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞാണ് കോടതി SITയുടെ അലംഭാവത്തെ ചൂണ്ടിക്കാണിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവരെ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി വേണം എന്ന് കോടതി വാക്കാൽ പറഞ്ഞിരിക്കുന്നു. സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ ഇത്ര അപൂർവത്തിൽ അപൂർവമായ ഒരു കേസാണിതെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളിലുള്ളവർക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. മുൻ പ്രസിഡന്റ് N. വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇന്ന് കോടതിയിൽ നിന്ന് മറ്റൊരു തിരിച്ചടി കൂടി പിണറായി സർക്കാരിനുണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഇതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കൊള്ളട്ടെ. എന്തായാലും വളരെ കൃത്യമായിട്ട് കോടതി SITയുടെ മെല്ലപ്പോക്കിനെ രൂക്ഷമായി വിമർശിക്കുകയും മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രതി ചേർക്കേണ്ടവർ എത്ര ഉന്നതരാണെങ്കിലും ശരി, അവരെ പ്രതി ചേർക്കണം. വെറുതെ അല്ല കോടതി ഈ കേസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കോടതിക്ക് സമയം പോകാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഒരുപാട് ഒഴിവു സമയം ധാരാളമായി ഉള്ളത് കൊണ്ടല്ല കോടതി ഇത് പറയുന്നത്. നൂറുകണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ ഇടയിൽ ഈ കേസ് കോടതി നിരീക്ഷിക്കാൻ തയ്യാറായെങ്കിൽ ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസിൽ നിരീക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അരിയാഹാരം കഴിക്കുന്ന ആരെയും അത് പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട. ഈ SIT ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കേസ് വെച്ച് താമസിപ്പിക്കുന്നത് എന്നറിയാൻ പ്രേക്ഷകർക്കും ഈ നാട്ടിലെ വോട്ടർമാർക്കും പൗരന്മാർക്കും ഒക്കെ ആഗ്രഹമുണ്ട്, ജിജ്ഞാസയുണ്ട്. പിണറായി സർക്കാർ വിചാരിച്ചാൽ ഇതിലാരെയും ഇനി രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികളെ, പ്രതികളെ നിയമത്തിന്റെ മുന്നിലെത്തിക്കുകയാണ് വേണ്ടത്. അവർക്ക് ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പകരം ഈ വള്ളത്തിൽ നിന്ന് അപ്പുറത്തേക്കും അതിൽ നിന്ന് മറ്റൊരിടത്തേക്കും ചാഞ്ചാടി കളിക്കാനുള്ളതല്ല SIT. അതിനു വേണ്ടിയിട്ടല്ല SIT രൂപീകരിച്ചതും നിയോഗിക്കപ്പെട്ടതും എന്ന് SITയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഞാൻ അയ്യപ്പ കോപത്തിലാണ് തുടങ്ങിയത്. അയ്യപ്പ കോപം ഈ സർക്കാരിനെതിരെ ഒരു വലിയ അഗ്നിപർവ്വതമായി പൊട്ടി ഒഴുകുകയാണെന്ന് വ്യക്തമാണ്. ഇന്ന് മറ്റൊരു തിരിച്ചടി കൂടി
കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് വേറെ ഒരു കേസിലാണ്. എലപ്പുള്ളി, നമുക്കറിയാം, പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെ ചില ഹർജികൾ, പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ആ ഹർജികൾ പരിഗണിച്ച കോടതി ബ്രൂവറി സ്ഥാപിക്കുന്ന നടപടിയെ തടഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സർക്കാർ അതിനു വേണ്ടുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിയമം അനുസരിക്കാതെ ബ്രൂവറി സ്ഥാപിക്കരുത് എന്ന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. സർക്കാരിൻ്റെ മണ്ടക്കിട്ട് കൊട്ടിയൊരു കൊട്ടാണ് ആ വിധി എന്ന് പറയേണ്ടി വരും. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്ന, കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്താണ് ലിറ്റർ കണക്കിന് വെള്ളം ഊറ്റിയെടുക്കുന്ന തരത്തിൽ ഈ ബ്രൂവറി സ്ഥാപിക്കാനുള്ള നടപടികളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോയത്. ഇത് ചെറിയ എതിർപ്പല്ല ആ പ്രദേശത്തുണ്ടാക്കിയത്. വലിയ രീതിയിൽ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഈ സർക്കാർ തീരുമാനത്തെ വെല്ലുവിളിച്ചു. അവർ കോടതിയിൽ പോയി പൊതുതാൽപര്യ ഹർജിയുമായിട്ട്. ഹർജി പരിഗണിച്ച കോടതി വിശദമായിട്ട് വാദം കേട്ടു. ഒന്നാമതായിട്ട് കോടതി പറഞ്ഞു, സർക്കാർ വിശദമായ പഠനം നടത്തിയിട്ടില്ല. കൃത്യമായൊരു പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ തോന്നിയതുപോലെ പ്രവർത്തിക്കുകയാണ്. അത് ഈ രാജ്യത്ത് നടക്കില്ല. ഈ രാജ്യം നിയമവാഴ്ചയുള്ള ഒരു രാഷ്ട്രമാണ് എന്ന് ഈ സർക്കാർ ഓർക്കണം. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അഴിമതി നടത്താനും സ്വജനപക്ഷപാതം കാണിക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന്, നമ്മുടെ കോടതികളിൽ നിന്ന് കിട്ടുമെന്നുള്ളത് ഓർക്കണം. ഇവിടെ ബ്രൂവറിയുടെ കാര്യത്തിൽ കോടതി കൃത്യമായിട്ട് പറഞ്ഞു, വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം ബ്രൂവറി സ്ഥാപിക്കാൻ. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ വിലയിരുത്തണം, കണക്കിലെടുക്കണം, അതിനെ അവഗണിക്കരുത്. അവരുടെ വാക്കുകൾ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം. ഇതിനേക്കാളും കനത്ത ഒരു അടി സർക്കാരിന് കൊടുക്കാനില്ല. അത്ര കൃത്യമായിട്ടാണ് കോടതി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്രൂവറി സ്വാഹ. ബ്രൂവറി ഈ രൂപത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല. കോടതി ശക്തമായ ഒരു തടസ്സമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ നടപടിയെ തടഞ്ഞിരിക്കുന്നു, അത് റദ്ദാക്കിയിരിക്കുന്നു. വേണമെങ്കിൽ ഈ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകും, ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി അത്ര എളുപ്പത്തിലൊന്നും റദ്ദാക്കാൻ കഴിയില്ല. അതിന് സ്റ്റേ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതെല്ലാം അയ്യപ്പ കോപത്തിന്റെ ഫലമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൊതുവെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ഈ ശബരിമല യുവതീ പ്രവേശനം 2019 ജനുവരി 1 നടത്തിയ സർക്കാർ ഈ അയ്യപ്പന്റെ കോപം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതിൽ ഒരു സംശയവുമില്ല എന്ന ഒരു കമന്റുകളാണ്, അല്ലെങ്കിൽ എന്ന പ്രതികരണങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവനും നിറയുന്നത്. എന്തായാലും സർക്കാർ വില കൊടുത്തു വാങ്ങിച്ച ഒരു ദുരന്തമാണ് ഈ ഹൈക്കോടതി ഹർജികൾ പരിഗണിച്ചിട്ട് നൽകിയ വിധികളിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ.